ഞാൻ സ്വപ്നം കാണാറുള്ള ഒരു കേരളം നിറയെ വ്യവസായങ്ങളും അതിൽ ജോലി ചെയ്യുന്ന നമ്മുടെ യുവതയുമൊക്കെയുള്ള ഒരു കേരളമാണ്. ഇന്ന് എന്റെ കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായതിൽ ഞാൻ അഭിമാനിക്കുന്നു. നമുക്കൊന്നിച്ച് നമ്മുടെ കേരളത്തിലേക്ക് കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഫെബ്രുവരി 21, 22 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം പുതുക്കി നിശ്ചയിച്ച കേരള സർക്കാർ. മുന്നാറിൽ ബസ് മറിഞ്ഞ് 2 തമിഴ്നാട് സ്വദേശികളായ വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം 20 ദിവസകം പൂർത്തിയാക്കും. ബ്രൂവറിയുമായി സർക്കാർ മുന്നോട്ട്. തീരുമാനം LDF യോഗത്തിൽ. സംസാരിക്കുന്നത് കേരളത്തിന് വേണ്ടി. വേറെ കണക്കുകൾ ലഭിച്ചാൽ നിലപാട് മാറ്റാം. ശശി തരൂർ. തിരുവനന്തപുരത്ത് SFIയുടെ പടുകൂറ്റൻ റാലി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ലേഖന വിവാദത്തിൽ പ്രതികരിച്ച് ശശി തരൂർ MP. കേന്ദ്രത്തിന്റെയും അന്താരാഷ്ട്ര ഏജൻസിയുടെയും ഡാറ്റ അവലംബമാക്കിയാണ് ലേഖനമെന്നും ഇതിന് വിരുദ്ധമായ കണക്കുകൾ കിട്ടിയാൽ തിരുത്താൻ താൻ തയ്യാറാണെന്നും തരൂർ പറഞ്ഞു. താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമായ വിവരങ്ങൾ എവിടെ നിന്നും ലഭിച്ചു എന്ന കാര്യം ലേഖനത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് ലേഖനം. ഇത് രണ്ടും CPMന്റേത് അല്ലല്ലോ. വേറെ സ്രോതസ്സിൽ നിന്ന് വേറെ വിവരങ്ങൾ ലഭിച്ചാൽ അതും പരിശോധിക്കാൻ തയ്യാറാണ്. കേരളത്തിനു വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത്, വേറെ ആർക്കും വേണ്ടിയല്ല. മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും വിധം ലേഖനം എഴുതിയ തരൂരിനു നേരെ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ലേഖനത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തരൂരിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. പെട്ടിക്കടകൾ പോലും സംരംഭമായി കേരളം എണ്ണുകയാണെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ വാദവും മറ്റു ഡേറ്റകളും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയതോടെ ഇത് പരിശോധിക്കുമെന്ന് തരൂർ മറുപടി നൽകി. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഖാർഗെയ്ക്ക് പരാതി നൽകിയത് വാർത്തയായതോടെയാണ് തരൂർ രാഹുലിനെ കാണാൻ താൽപര്യം പ്രകടിപ്പിച്ചതെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു. സോണിയയുടെ വസതിയിൽ KC വേണുഗോപാൽ ഉണ്ടായിരുന്നെങ്കിലും ചർച്ചയിൽ നിന്ന് മാറി നിന്നെന്നാണ് സൂചന. ഖാർഗെയുമായി വസതിയിലെത്തി രാഹുൽ ഗാന്ധി ചർച്ച നടത്തുമ്പോൾ വേണുഗോപാലും പങ്കാളിയായി. വിഷയത്തിൽ ചർച്ച നടത്തിയ മൂവരും പ്രശ്നം അവസാനിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 10 ദിവസങ്ങൾക്ക് ശേഷം ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് BJP. ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ രേഖ ഗുപ്തയാണ് ഡൽഹിയിലെ BJP സർക്കാരിനെ നയിക്കുക. രാജ്യതലസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന 4ാമത്തെ വനിതയാകും രേഖ ഗുപ്ത. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി എന്നിവർക്ക് ശേഷം ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞ നടക്കുക. ഡൽഹി ഉപമുഖ്യമന്ത്രിയായി പർവേസ് വർമ്മയെയും സ്പീക്കറായി വിജേന്ദർ ഗുപ്തയുമാണ് തീരുമാനിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ വന്ദന കുമാരിയെ 29,595 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രേഖ ഗുപ്ത ഷാലിമാർ ബാഗിൻ്റെ MLA ആയത്. BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ഡൽഹി ഘടകത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമാണ്. ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ്റെ DSUI മുൻ പ്രസിഡന്റാണ് രേഖ ഗുപ്ത. 1996-97 വർഷത്തിലാണ് ഇവർ DSUവിനെ നയിച്ചത്. 2007-ലും 2017-ലും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കൗൺസിലറായി. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. SFIക്കെതിരായ വ്യാജ പ്രചരണങ്ങൾക്ക് മറുപടി നൽകി തിരുവനന്തപുരത്ത് 10,000 അണിനിരന്ന വിദ്യാർത്ഥി റാലി. 35ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ നേരായ ദിശയിൽ നയിക്കുന്ന പ്രസ്ഥാനമാണ് SFI എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അണമുറിയാത്ത വ്യാജ പ്രചരണങ്ങൾ തുടരുമ്പോഴും വിദ്യാർത്ഥികളുടെ മനസ്സിൽ SFIയുടെ സ്ഥാനം എന്തെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു 35ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച വിദ്യാർത്ഥി റാലി. യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ 10,000 അണിനിരന്നത്. അക്ഷരാർത്ഥത്തിൽ വ്യാജ പ്രചാരണങ്ങൾക്കുള്ള മറുപടിയായി വിദ്യാർത്ഥി റാലി മാറി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗരിയിൽ ചേർന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തെറ്റുകൾ കൂടാതെ കരുത്തോടെ മുന്നേറാൻ SFI പ്രവർത്തകരോട് മുഖ്യമന്ത്രിയുടെ ആഹ്വാനം. SFI അഖിലേന്ത്യാ സെക്രട്ടറി മയൂഖ് വിശ്വാസ്, പ്രസിഡന്റ് VP സാനു, ജോയിന്റ് സെക്രട്ടറി നിതീഷ് നാരായണൻ, PM ആർഷോ, K അനുശ്രീ എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു. മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന
മന്ത്രി വി ശിവൻകുട്ടി, വി ജോയ് MLA, M വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. മുന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിന് സമീപം വിനോദസഞ്ചാര ബസ് മറിഞ്ഞ് 2 മരണം. തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം നടന്നത്. കുണ്ടള അണക്കെട്ട് സന്ദർശിക്കാൻ പോകുന്നതിനിടയിൽ വിനോദസഞ്ചാര സംഘം അപകടത്തിൽപ്പെടുകയായിരുന്നു. തമിഴ്നാട് നാഗർകോവിൽ പാർവതിപുരത്തു നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ വിദ്യാർത്ഥികളുടെ സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നാഗർകോവിൽ പാർവതിയാപുരം സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ നിന്നുമായിരുന്നു വിദ്യാർത്ഥി സംഘം വിനോദസഞ്ചാരത്തിനെത്തിയത്. അപകടത്തിൽ 2 വിദ്യാർത്ഥികൾ മരിച്ചു. ആധിക, വേണിക എന്നിവരാണ് മരണപ്പെട്ടത്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റവരെ മുന്നാർ GHS ആശുപത്രിയിൽ പ്രവേശിച്ചു. വിദഗ്ധ ചികിത്സ വേണ്ടുന്നവരെ തേനി മെഡിക്കൽ കോളേജിലടക്കം മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടം നടന്ന ഉടൻ പ്രദേശവാസികളടക്കമുള്ളവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും വാഹനത്തിലുണ്ടായിരുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. 37 വിദ്യാർത്ഥികളും 3 അധ്യാപകരും അധ്യാപകരിൽ ഒരാളുടെ കുട്ടിയും വാഹനത്തിൽ ഉണ്ടായിരുന്നതാണ് വിവരം. വിനോദസഞ്ചാര സംഘം ഇന്നലെ രാത്രിയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും പുറപ്പെട്ടത്. ഇന്ന് പുലർച്ചെ ഇവർ മുന്നാറിലെത്തി. മാട്ടുപ്പെട്ടി അണക്കെട്ടിലെ സന്ദർശന ശേഷം കുണ്ടള അണക്കെട്ടിലേക്ക് പോകും വഴി ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. നിയന്ത്രണം നഷ്ടമായി ബസ് പാതയോരത്ത് തന്നെ മറിയുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ആകെ ഇളക്കിമറിച്ച് കാൽനട ജാഥ പര്യടനം തുടരുന്നു. രാജ്യത്തിനാകെ മാതൃകയാക്കി വികസന കുതിപ്പ് നടത്തുന്ന കേരളത്തിന് ലഭിക്കേണ്ട അവകാശം കേന്ദ്രം നൽകണമെന്നാവശ്യപ്പെട്ട് CPI നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ പ്രചരണാർത്ഥമുള്ള കാൽനട ജാഥകൾ പര്യടനം തുടരുന്നു. TV രാജേഷ് നയിക്കുന്ന കണ്ണൂർ ജാഥ മഞ്ഞപ്പാലത്ത് തുടങ്ങി കക്കാട് അങ്ങാടി സമാപിച്ചു. ജാഥ നാളെ സമാപിക്കും. രാവിലെ 9:30 അത്താഴക്കുന്ന് തുടങ്ങി ബാലൻകിണർ സമാപിക്കും. സരിശശി നയിക്കുന്ന ശ്രീകണ്ഠാപുരം ഏരിയ ജാഥ പെരുവളത്ത് പറമ്പ് തുടങ്ങി ശ്രീകണ്ഠാപുരം സമാപിച്ചു. നാളെ ചെളിമ്പറമ്പ് തുടങ്ങി ചെമ്പത്തൊട്ടി സമാപിക്കും. വിജിൻ നയിക്കുന്ന മാടായി ജാഥ പാണപ്പുഴ തുടങ്ങി പുറച്ചേരി സമാപിച്ചു. വ്യാഴാഴ്ച നരിക്കോട് തുടങ്ങി മാടായി ജനതയ്ക്ക് സമീപം സമാപിക്കും. P ഹരിയൻ നയിക്കുന്ന കൂത്തുപറമ്പ് ജാഥ നാളെ തൃക്കടരിപ്പൊയിൽ തുടങ്ങി അയ്യപ്പൻതോട് സമാപിക്കും. TI മസൂർ നയിക്കുന്ന പയ്യന്നൂർ ജാഥ കാരന്തോട് തുടങ്ങി മൂരിക്കോവിൽ സമാപിച്ചു. M കരുണാകരൻ നയിക്കുന്ന ആലക്കോട് ജാഥ കുണ്ടത്തടത്തിൽ തുടങ്ങി കുറ്റൂർ സമാപിച്ചു. നാളെ ചൂരിൽ തുടങ്ങി കക്കറിൽ സമാപിക്കും. PV ഗോപിനാഥ് നയിക്കുന്ന തളിപ്പറമ്പ് ജാഥ മൊറാടിയിൽ ഇന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച ഉഴക്കുളം തുടങ്ങി പൂക്കോത്തു തിരു സമാപിക്കും. ബിനോയ് കുര്യൻ നയിക്കുന്ന ആലക്കോട് ഏരിയ ജാഥ N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നാളെ 6 ജാഥകൾ കൂടി തുടങ്ങും. T ഷബ്ന നയിക്കുന്ന മയിൽ ജാഥ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും MV സർല നയിക്കുന്ന എടക്കാട് ജാഥ N സുഗനിയും കാനായി രാജൻ നയിക്കുന്ന അഞ്ചരക്കണ്ടി ജാഥ C സത്യപാലനും ഉദ്ഘാടനം ചെയ്യും. MV നികേഷ് കുമാർ നയിക്കുന്ന പിണറായി ജാഥ KK ശൈല ടീച്ചർ നാളെ ഉദ്ഘാടനം ചെയ്യും. M സുരേന്ദ്രൻ നയിക്കുന്ന തലശ്ശേരി ജാഥ M പ്രകാശനും മുഹമ്മദ് അഫ്സൽ നയിക്കുന്ന ഇരട്ടി ജാഥ വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖും നാളെ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി കൊടുവള്ളി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി നിയമസഭാ സ്പീക്കർ AM ഷംഷീറിൻ്റെ അധ്യക്ഷതയിൽ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗം 20 ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുന്നതിന് തീരുമാനമെടുത്തു. RBDCK ജനറൽ മാനേജർ സിന്ധു, AGM ഐസക് വർഗീസ്, SPS ലിമിറ്റഡ് ജനറൽ മാനേജർ മഹേശ്വരൻ, റൈറ്റ്സ് ലിമിറ്റഡ് ടീം ലീഡർ വെങ്കടേഷ്, സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ SK എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കിഫ്ബി സഹായത്തോടെ നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ 10 ROBകളൊന്നായ കൊടുവള്ളി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും അടുത്ത 20 ദിവസത്തിനുള്ളിൽ അവസാന മിനുക്കുപണികളും പൂർത്തിയാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രസ്തുത കാലയളവിനുള്ളിൽ അവസാന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തുന്നതിനും പുരോഗതി ആഴ്ചതോറും സ്പീക്കറുടെ ഓഫീസിൽ നേരിട്ട് വിലയിരുത്തുന്നതിനും മുഖ്യമന്ത്രിയുടെ സമയം കൂടി നോക്കി ഉദ്ഘാടന തീയതി നിശ്ചയിക്കുന്നതിനും യോഗം തീരുമാനമെടുത്തു. കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിക്കുന്നതോടെ കണ്ണൂരിൽ നിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്ന് സ്പീക്കർ AM ഷംഷീർ അറിയിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനം. ഇടതുമുന്നണി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ആക്ഷേപങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകണമെന്നും യോഗത്തിൽ തീരുമാനിച്ചു. CPIയുടെയും RJDയുടെയും എതിർപ്പ് മറികടന്നാണ് ബ്രൂവറി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം ആനുകൂല്യങ്ങളും പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനമെടുത്തത്. പുതിയ തീരുമാനമനുസരിച്ച് ചെയർമാൻ്റെ ശമ്പളം ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യമായിരിക്കും. ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യമായ ശമ്പളം അംഗങ്ങൾക്ക് ലഭിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ചെയർമാന്മാരുടെയും അംഗങ്ങളുടെയും ശമ്പള ഘടന പരിശോധിച്ച ശേഷമാണ് സർക്കാർ തീരുമാനമെടുത്തതെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. നിലവിൽ ചെയർമാന് അടിസ്ഥാന ശമ്പളം 76,000 രൂപയാണ്. വിവിധ അലവൻസുകൾ ഉൾപ്പെടെ 2.26 ലക്ഷം രൂപയാണ് പ്രതിമാസം ലഭിക്കുക. അംഗങ്ങൾക്ക് അടിസ്ഥാന ശമ്പളം 70,000 രൂപയാണ്. അലവൻസ് ഉൾപ്പെടെ ഇത് 2.23 ലക്ഷം രൂപ വരെ ലഭിക്കും. ഖാദി വസ്ത്രങ്ങൾക്ക് സ്പെഷ്യൽ റിബേറ്റ് ലഭിക്കും. ഖാദി വസ്ത്രങ്ങൾക്ക് ഫെബ്രുവരി 19 മുതൽ 25 വരെ 30% സ്പെഷ്യൽ ഗവൺമെന്റ് റിബേറ്റ് ലഭിക്കും.
കോട്ടൺ, സിൽക്ക്, പോളി വസ്ത്രങ്ങൾ, സിൽക്ക് സാരികൾ, മസ്ലിൻ സാരികൾ, വിവിധയിനം കോട്ടൺ വസ്ത്രങ്ങൾ, ഉന്നക്കിടക്കകൾ, തലയണ, ബെഡ്ഷീറ്റുകൾ, ചുരിദാർ മെറ്റീരിയൽ, മറ്റ് ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ, ചൂരൽ ഉൽപ്പന്നങ്ങൾ, ശുദ്ധമായ തേൻ, എണ്ണ ലഭിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് വ്യവസ്ഥയിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഖാദി സൗഭാഗ്യ ഷോറൂമുകൾ സന്ദർശിച്ച് ഖാദി വസ്ത്രങ്ങൾ വാങ്ങാം. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും യാത്ര സുരക്ഷിതമാക്കുവാനും യാത്രാവേളകളിൽ പോലീസിന്റെ സഹായം ലഭ്യമാകുവാനും ട്രാക്ക് മൈ ട്രിപ്പ് പോൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ശേഷം സഞ്ചരിക്കുന്ന വാഹനത്തിന്റെയും ഡ്രൈവറിന്റെയും ഫോട്ടോ ട്രാക്ക് മൈ ട്രിപ്പ് ഓപ്ഷനിൽ അപ്ലോഡ് ചെയ്യണം. തുടർന്ന് യാത്രാവിവരം അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന സുഹൃത്തിന്റെയോ ബന്ധുവിന്റെയോ നമ്പർ ആഡ് ചെയ്ത് സേവ് ചെയ്യുക. ഇങ്ങനെ സേവ് ചെയ്യുന്ന നമ്പറുകളിലേക്ക് നിങ്ങളുടെ യാത്രയുടെ ട്രാക്കിംഗ് ലിങ്ക് അഥവാ ജിയോ ലൊക്കേഷനുകളുള്ള റൂട്ട് ക്യാപ്ചർ ചെയ്ത് SMS അയക്കും. SMS-ലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ യാത്രയുടെ ലൊക്കേഷൻ അവർക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അതിന് അവരുടെ മൊബൈലിൽ പോൾ ആപ്പ് നിർബന്ധമല്ല. അടിയന്തര സാഹചര്യങ്ങളിലോ അപരിചിതമായ സ്ഥലങ്ങളിലോ പോലീസ് സഹായം ആവശ്യമായി വന്നാൽ SOS അമർത്തുന്നതോടെ പോലീസ് കൺട്രോൾ റൂമിൽ ലൊക്കേഷൻ സഹിതം സന്ദേശം എത്തുകയും പോലീസ് സഹായം ഉടനെ ലഭിക്കുകയും ചെയ്യും.